أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار صدق الله العلي المولانا العظيم. روى الترمذي عن أبي سعيد الخدري رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم التائب من الذنب كمن لا ذنب له صدق رسوله الأمين. إذا كثرت منك الذنوب فدع بها برفع يد في الليل والليل مظلم وعلى محمد പരിശുദ്ധ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർദ്ദേശവും അവന്റെ കൽപ്പന അനുസരിച്ച് മുത്തഖിയായി ജീവിക്കണോ എന്ന ഉപദേശത്തെ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും നസീഹത്താക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ പ്രഥമ ജുമുഅ രണ്ടാമത്തെ നാളും പ്രഥമ ജുമുഅ വെള്ളിയാഴ്ച ജുമുഅ നാൾ യൗമുൽ ജുമുഅ ചൊല്ലുന്നേ സയ്യിദുൽ അയ്യാം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ജുമുഅ. ആ കൂട്ടത്തിൽ റമളാനായിട്ട് വരുമ്പോൾ കുറെ പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയാണ് ആ ഉദ്ദേശത്തെ സഫലീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നക്കും നിങ്ങൾക്കും നൽകട്ടെ. സ്വാഗത ഭാഷണത്തിൽ കൂടി രണ്ട് വാർത്തകൾ റമളാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് ഫർളാക്കിയ, എന്തൊക്കെ ഫർളാക്കിയ, എപ്പ ഫർളാക്കിയ, ഇതിൽ ഉചിതമായ കാര്യം എന്ത്, സയന്റിഫിക്കലായിട്ടും എൻ്റെ ലോക ഈ നോമ്പ് പിടിച്ചെങ്കിലെ ചമ്മ രോഗത്തിന് ശിഫ ഉണ്ടോ എന്ന് ചൊല്ലുമ്പോൾ ഇത് രഹസ്യത്തെ പകലും നമ്മൾ മനസ്സിലാക്കുക. എന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 14 ഗണ്ട, അതെല്ലാം 13.5 ഗണ്ട, അല്ല 1.5 ഗണ്ട 7-8 അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിണിക്ക് വേണ്ടി ഒരു നിർദ്ധാരം ആക്കുന്നില്ല. ഒരു വിശപ്പ് ഹസ്വയും ഉണ്ടാവാൻ വേണ്ടി അങ്ങനത്തെ ഇബാദത്തില്ല. പിന്നെ എന്തുകൊണ്ട് അന്ന ആഹാരങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി ചൊന്ന എൻ്റെ സ്വന്തം വൈഫ് സ്വന്തം തൻ്റെ സഹധർമ്മിണിയെ 14 ഗണ്ട തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ബലസതിയ നല്ല ഉത്തിക്കത്തീര പണിയെടുക്കത്തീരുണ്ടല്ലോ. പിന്നെ സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കൽ ഹലാലായ ഒരു പെണ്ണിനെ 14 ഗണ്ട ദൂരീകരിക്കണോ എന്ന് ചൊല്ലുമ്പോ എന്ത് രഹസ്യ അതിലുണ്ട്. തന്റെ തൊണ്ടന് കീഴിൽ പൊട്ടിവണ്ട കഫ പോലും മുഴുവൻ തീരാ ചൊല്ലുമ്പോൾ അതിനെ ബാക്കിൽ കൂടി രഹസ്യമായ സീക്രട്ട് മാറ്റർ എന്ത് എന്നുള്ളത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുമ്പോൾ നോമ്പിന്റെ ഔചിത്യവും അതിൻ്റെ പുണ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യ. പ്രിയ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ആദ്യമായിട്ട് ഈ റമളാനെ വെൽക്കം ആക്കണമെങ്കിൽ ഞങ്ങൾ തായിബിങ് ആയിക്കോണം. തായിബിങ്ങൾ തൗബത്ത് ശീലമുള്ളത് സ്വർഗത്തിൽ പോണ്ട ഗ്രൂപ്പിലും അല്ലാഹു ചൊന്നത് അത്തായിബീന الحامدون التائبون والحامدون السائحون الراكعون സ്വർഗത്തിൽ പോയ മനുഷ്യരെ പറയാം. ആ തൗബത്തെ ശീലം എന്തിനു വേണ്ടി ഉണ്ടാവണം?
അത് റമദാൻ. ഒന്നാമത് റമദാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ 2-ൽ ഫർളാക്കി. എനിക്ക് ഞാൻ ചൊന്നില്ല, ഒന്നുകൂടി ഓർമ്മയൊക്കെ വേണ്ടി ഇത് കേൾക്കാത്ത. ഹിജ്റ 2-ാമത്തെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ നിങ്ങൾ വിളിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ എങ്ങനെയെന്ന് ചരിത്രം മറിച്ച് നോക്കിയെങ്കിലേ പിടിയാവും. നബിയുടെ കഷ്ട കാർപ്പണ്യ ദുഃഖ ദുമ്മാനങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി നോക്കിയെങ്കിൽ ഗംഭീരം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിനെ ഫർളാക്കി. നബിക്ക് എന്ത് കിട്ടിയെങ്കിലും തിന്നാം. ഒരു 4ാം നമ്പർ 4th ക്ലാസ് 8th പോലെ കിട്ടിയെങ്കിലും ആവാത്ത എന്ന് കൊതിക്കുമ്പോ ഈ നോമ്പ് ഫർദല്ല, കമ്പൽസറി ഇല്ല. മുഹറം നോമ്പിന്റെ വേറെ വേറെ സുന്നത്ത് നോമ്പല്ലേ. പക്ഷെ ഈ നോമ്പ് അല്ല അപ്പം കൽപ്പിച്ചില്ല. 2 വർഷം 8 തിങ്കൾ ബൈക്കോട്ട് കഴിഞ്ഞ് ഗുഡൽ താമസിക്കുന്ന കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ ഫർളാക്കിയിട്ടില്ല. നീ ഒരു ഇശാറത്താക്കണ. പിന്നെ എപ്പോ ഫർളാക്കിയ? ഹിജ്റ 1 കഴിഞ്ഞ് 2 പ്രവേശിപ്പിക്കുമ്പോ ഇത് ഫർളാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഖൗമല്ല അഭിവൃദ്ധിയും സമൃദ്ധിയും തന്റെ ശാരീരികമായ റാഹത്തും ഉള്ള കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തഖ്തഖൂൻ. അതിന്റെ കണ്ടീഷൻ ഇത് ഫർളാക്ക. ഒരു കണ്ടീഷൻ, ഇപ്പൊ നിങ്ങൾ ബറാബർ അവിടെ ചോറുണ്ടല്ല, അല്ലെങ്കിൽ കുറെ ചോറുണ്ടോണ്ട് നിങ്ങൾ നല്ല ഫുഡ് എടുത്തോണ്ട് നിങ്ങൾ എന്നും അല്ല, പിന്നെ നിങ്ങൾ മുത്തഖിയാവും, ധർമ്മനിഷ്ഠ, ബഹുജാഗ്രത, തന്റെ പൽക്കത്തിലും കേൾവിയിലും കാഴ്ചയിലും വ്യവഹാരത്തിലും തഖ്വ എന്നുള്ള പോലെ. ഖുർആൻ ഷരീഫ് എല്ലാ ഭാഗത്തും വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ യുഹിബ്ബുൽ മുത്തഖീൻ. ഇങ്ങനത്തെ തഖ്വ ബോധത്തെ ഉണ്ടാക്കുക വേണ്ടി 14 ഗಂಟೆ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ ഒരു ജാവും സദസങ്കല്പം ഉണ്ടാവണം ഖൽബിൽ. ഞാനത്തെ നോമ്പിനെ ബഗേര ഒരു ചിന്തന, ഒരു ജിഹാദ് പോലെ, ഒരു തബ്ദീലി ബദലാവനെ അല്ലാഹു ഉണ്ടാക്കിയ. ഞാൻ നിങ്ങൾക്ക് 2 വാരത്തെ മുതലും ചെന്നൈയിലൊക്കെ ഓർമ്മയുണ്ട്. ഇമാം ഗസാലി ഒരു ടിപ്പണി എഴുതി, ഒരു ശരഹ്. ആ ശരഹിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഫ്രിഡ്ജില് ഞങ്ങളെ കാസിലോ ചോറോ അല്ലെങ്കിൽ ഭക്ഷണത്തോ അല്ലാഹു എന്തൊക്കെ ഹറാമാക്കിയ. അല്ല ആരതും അല്ലല്ലേ, ആരതും അല്ല, ഞങ്ങളുടെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് കൊടുത്ത് എടുത്ത സാമാനത്തെ അല്ലാഹു ഹറാമാക്കിയ. അത് പിന്നൊരു കാലത്ത് നോമ്പ് കളഞ്ഞ പാട് ഈ ശീല കുറയില് മനുഷ്യർക്ക്, ഈ ജാഗ്രത കുറയും. അപ്പൊ നീ റമദാന്റെ ഒരു നാളെ 29 നാൾ തോറും ചിന്തിക്കണം, ഞാൻ ഒരുത്തരെ ഈത്ത പോലെ പോലും എന്റെ ബൈത്തിൽ കത്തില്ല. പിന്നെ ഞാൻ അന്യ ആളെ ഞാൻ കാശ് കക്കലോ വലിക്കലോ അപഹരിക്കലോ ഹറാം ചെയ്യലോ എന്നുള്ള ഒരു ചിന്ത അതുണ്ടാക്കണം. അല്ല ഒറ്റ തണ്ണി പോലും എന്ത് പേര് മഹാബേരിൽ പോലും എന്താക്കില്ല കുടിക്കും. ആര് മേടിച്ചത്? സർക്കാരിക, പോലീസുക, ഔത്ത, ആര്? പിന്നെ അല്ലാഹുവിനെ മേടിച്ചത്. എങ്കിൽ ഇപ്പൊ ഈ ശവ്വാൽ തിങ്കൾ നോമ്പിന് ആ ഷറായിത്തെ കണ്ടീഷൻസ് എന്തും ഇല്ലാത്ത ഈ ടൈമിൽ അല്ല ചെല്ലാത്ത ഒരു പണി ഞാൻ എങ്ങനെ എടുക്കൊള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാക്കും. എൻ്റെ സ്വന്തം പത്നിയെ ഞാൻ സംസർഗത്തിന് വേണ്ടി വിളിക്കാതെ 14 ഗಂಟೆ ഓർക്കുമ്പോൾ ആ ശവ്വാൽ കഴിഞ്ഞ ഒരു നാൾ ഞാൻ എങ്ങനെ ഇതിലേക്ക് പ്രവേശിക്കുക? വേറെ ഒരു അൺഓഫീസറായ ഒരു നിലയിൽ എൻ്റെ പെരുമാറ്റം എങ്ങനെ കുറവ് പറ്റില്ല. ഈ ഒരു ജാഗ്രത, ധർമ്മനിഷ്ഠയെ, അത് തഖ്വ, അത് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു ഫർളാക്കിയത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ ഉമ്മത്തികൾക്കും ഫർളാക്കിയ പോലെ
എന്തൊക്കെ വേണ്ടി എല്ലാം ട്രെയിനിങ് എനിക്ക് ലാഭക്കും തക്കുവത്തെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടില്ല. ഈ തക്കുവത്തെ പോലെ എല്ലാം ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ ക്ലീൻ ആവും. ശാരീരിക ക്ലീൻ നിങ്ങൾ ആവുന്നത് അതെ. തലക്ക് എത്ര വേണ്ടി, ഹെയർ സ്റ്റൈലിന് വേണ്ടി എത്ര മരുന്നുകളുണ്ട്, തന്റെ മുഖത്തിന് വേണ്ടി എത്രയുണ്ട്, കൈകാലുകൾക്ക് വേണ്ടി എണ്ണകളും മരുന്നുകളും എത്രയുണ്ട്, ഡ്രസ്സുകൾക്കും ഉണ്ട്, ഏതില്ലാത്ത എല്ലാത്തിനും. പക്ഷെ ഖൽബു എന്നുള്ള ഹൃദയത്തിന് വേണ്ടി എന്തിനുണ്ട്? അതായത് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങൂ. ഞാൻ മറിച്ച് മടങ്ങല അല്ല, തൗബ ചെന്നിയിൽ ഒന്നുകൂടി നേരത്തുള്ള ജീവനത്തെ വിട്ടു നല്ലതിലേക്ക് മടങ്ങൽ, അത് പേര് തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, മുഅ്മിനുകൾ ആണ് മാത്രമല്ല പെണ്ണും, ഓ മുഅ്മിനുകളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങൂ. അലം യഅലമൂ അന്നല്ലാഹ യഖ്ബലു തൗബ വയഗ്ഫിറു സദഖ. അതല്ല മനുഷ്യരെ, എനിക്ക് പിടിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാൻ കബൂലാക്കാൻ നിങ്ങൾക്ക് പിടിയില്ലേ? വയഗ്ഫിറു സദഖാത്ത്, ദാനധർമ്മം ചെയ്യുന്നെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് പിടിയില്ലേ? അഫലാ യതൂബൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നീ ഒന്നും കഴിഞ്ഞിട്ടില്ലേ? ഇതെല്ലാം സ്വീകാര്യ യോഗ്യമായിട്ട് ബണ്ടെങ്കിൽ അതിന് തുടക്ക ഖൽബ് ശുദ്ധീകരണം. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒന്നും ഉപകരിക്കലമായ ശരീരം. പിന്നെ ഖൽബ് എങ്ങനെ എന്ത് ഉണ്ട്? ശിർക്കില്ലാത്ത ഖൽബ്, കുഫ്റില്ലാത്ത ഖൽബ്, നിഫാഖ് കാപ്പറ്റയില്ലാത്ത ഖൽബ്, ഖിയാനത്ത് വഞ്ചനയില്ലാത്ത ഖൽബ്, ഇന്നിത്ര ഒരാൾ ഉപദ്രവിക്കണോ എന്നുള്ള ചിന്തയില്ലാത്ത ഖൽബ്, ആരെ നരക്കരകളെ പിടിപ്പിച്ച് ആ സുഖത്തിൽ നിൽക്കണോ എന്ന് വിചാരിക്കാത്ത ഖൽബോ, അഹങ്കാരില്ലാത്ത ഖൽബോ. അതെ, ചിലതിൽ എന്തെല്ലാം അഹങ്കാരമുണ്ട്, പല ജാതി അഹങ്കാരമുണ്ട്. അങ്ങനത്തെ ഓരോ അഹങ്കാരമില്ലാത്ത വിനയത്തിലുള്ള ആര് അല്ലാഹ്ക്ക് തവാലു വിനയം ചെയ്യാനാ അവന്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗബ ഒന്നാമത്തെ കണ്ടീഷനാക്കിയ ഈ റമദാൻ പ്രഥമ വരുമ്പോൾ നിങ്ങൾ തൗബ ചെയ്ത് ശുദ്ധീകരിക്കും. തൗബ ചെയ്യും. എന്നാൽ തൗബ ചേർത്ത് ഒരു ചേർത്ത് തൗബ ചേർത്ത് ആ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അവന്റെ ഡെയിലി അവന്റെ ഹൃദയത്തെ അവന് ഓപ്പൺ ചെയ്ത് അവൻ അല്ലാഹുവിലേക്ക് മടങ്ങും. എല്ലാം വിളിയും. ഏത് ഉസ്താദ് ചെന്ന് കൊടുത്തെങ്കിലും അയാൾ ആ ചെന്നതിനെ കേട്ട് പാട് ಹೊರತು ഹൃദയത്തെ നോക്കുന്നവൻ ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബികും വനിയ്യാതികും. അല്ലാഹു നിങ്ങളുടെ നിയ്യത്തും നിങ്ങളുടെ ഹൃദയം അല്ലാഹ് മാത്രമേ കാണൂ. അപ്പൊ അത് ഖൽബ് എന്നുള്ള ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരാൾക്ക് മാത്രമേ നോമ്പിലൂടെ ഫായിദ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ഒരാൾ തപ്പാക്കിയത് മടങ്ങിയിട്ട് തൗബാക്കിയത് അയാളെ ഉമറിൽ അയാൾ തപ്പ് ആക്കാത്തവന്റെ പോലെ. അത് വലിയ അജബ് വിഷയം. ഒരാൾ തപ്പാക്കരുത്. ജിന്ദഗിയിൽ ഒരു തെറ്റ് കുറ്റമുണ്ടായത് ഖാലിസായ നിലയിൽ നസ്മുഹായ നിലയിൽ അയാൾ തൗബാക്കും. നസ്ഹു എന്ന ഉമർ ഖത്താബിന്റെ ഭാഷയിൽ റളിയല്ലാഹു അൻഹു ഭാഷയിൽ പാല് അകറ്റ് അതിനെ മുലപ്പാൽ ചൊമ്പിലേക്ക് വന്നെങ്കിൽ ചൊമ്പിൽ നിന്ന് അങ്ങോട്ട് പോവാത്ത ഒരു വിധാനത്തെ ദോഷ ചെയ്ഞ്ഞ് ഒരു വർഷാകുമ്പോൾ റീദോഷത്തിന് മടങ്ങാനുള്ള നസ്ഹല്ല. പിന്നെ
ആ പകൽ ഒരിക്കൽ എൻ്റെ ഉമ്മറിൽ വന്ന് പോയി ഓർത്തു. അത് ഓർത്ത് കുറേ കാലം ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് ഞങ്ങൾക്ക് ലോകത്തെ മനുഷ്യ സമുദായത്തിൽ നല്ല മനസ്സുകൾ അഗാധമായ ജ്ഞാനമുള്ള മനുഷ്യരെയും എടുത്തെങ്കിൽ സൂഫിയാക്കൾ, കവികൾ, കമലകളെ രൂപീകരിച്ച പേരെ മഹത്തുകൾ, കേവല കവികളല്ല. സൂഫികളായ, സൂഫി ചൊല്ലുമ്പോൾ കള്ള സൂഫിയല്ല, ഖൽബിനെ സഫ ക്ലീനാക്കി ഈമാൻ എന്നുള്ള മന്ത്രത്തിൽ മാത്രം ജീവിച്ച ഒരു കൂട്ട നല്ല മനുഷ്യർ. അതാണ് ഇദാ കസുറത് മിൻക ദുനൂബു ഫദാ ബിഹാ, ഇദാ കസുറത് മിൻക ദുനൂബു ഫദാ ബിഹാ. നിന്റെ ദോഷം ഏറിക്കൊണ്ട് പോകുമ്പോ, വയസ്സ് ഏറുമ്പോ, നിന്റെ വിദ്യാഭ്യാസം ഏറുമ്പോ, ചിന്തന മന്ഥനകൾ ഏറുമ്പോ, ലോകത്തെ 4 ദിക്കുകളെ നീ കാണുമ്പോ, പലനിരക്കുള്ള മനുഷ്യരെ കൂട്ടുപിടിക്കുമ്പോ, ഇത് സംബുകൾ കുറ്റങ്ങൾ ഏരിയോട് പോകുമ്പോ അത് നീ മറந்து എടുക്കണോ. ദവാ എന്തിനാ ദവാ? തടരാത്രി ഇരുട്ടുമുട്ടി ജാവ് ചെണ്ട് കൈ ഉയർത്തി തൻ്റെ ഉണ്ടാക്കിയ റബ്ബിനെ ഹദറത്തിലേക്ക് മടങ്ങുന്നു. ജാവ് അടുത്തുള്ള വൈഫ് പോലും പിടിയില്ല, അഹലുകാർക്ക് പിടിയില്ല, ആർക്കും പിടിയില്ലാതെ ചിന്മയിൽ കൂടി നീ ഒരിക്കലും നിരാശ തീര. നിന്റെ നിരാശ അത് വലിയ ഖേദത്തിന് കാരണമാവും. അത് തരുവ അങ്ങനെ നിരാശ ആവണ്ട. പിന്നെ നീ സദാചാരത്തെ നല്ല പോലെ വിചാരിച്ച് നീ മുന്നോട്ട് പോകണു. എങ്കിൽ മാത്രം ഇതിലുണ്ടാവും, വിജയിക്കൂ സാധ്യം. അതായത് തൗബത്തെ കണ്ടീഷൻ അള്ളാഹുലേക്ക് എല്ലാം ചെല്ലാം. പിന്നെ ഫ്യൂച്ചറിൽ പിന്നെ ഒരിക്കലും അതിലേക്ക് മടങ്ങാണ്ടിക്ക. തൗബത്ത് ഒരു ഷെർത്ത് താൻ ചെയ്ത തെറ്റ് കുറ്റങ്ങളെ അള്ളാഹുവിന് മുന്നിൽ വെച്ച് എല്ലാം ചെയ്ഞ്ഞു പോയി എല്ലാം മാഫാക്കും. ഭൂമിയെ ആകാശത്തോളം വലിയ കൂമ്പാരങ്ങളെ രാശികൾ ദോഷമുണ്ടെങ്കിലോ കണക്കാക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ ചൊല്ലുക നാണക്കെട്ടിൽ ചൊല്ലല എങ്കിലും അവനെ വിചാരിക്കുമ്പോ എത്രയേ ദോഷമുണ്ടെങ്കിലും അല്ലാ നക്ക് നീ മാഫാക്കുന്നു. ഒരിക്കലും ഇതിലേക്ക് പോണേ. ഫുള്ളു ഖാലിസ് ഇഖ്ലാസ് എല്ലാം മാഫാക്കൂ. ആദമിനെ മകലുള്ളതായ ചില സെൽഫ് കണ്ടീഷൻ വേറെ നീ പല ജാതി കേട്ടിരിക്കുക. അവന്റെ ബകലുള്ള നിസ്കാരം ಯಾರಕ್ಕೆ ಒಳ್ಳೆ ಬಂದು ಇಲ್ಲ. പിന്നെ ആദമുടെ ഹക്ക് അല്ലാഹു മാഫ് ചെയ്തു. ആദമുടെ ഹക്ക് മനിൽ മുഫ്ലിസു അയ്യുഹ സഹാബ മനിൽ മുഫ്ലിസു. ആര് മുഫ്ലിസിൻ കേട്ട സഹാബാക്കളുണ്ട്. മുഫ്ലിസ് മൻ ലാ മതാഅ വലാ ദിർഹം. ആരെ കയ്യിൽ ചരക്കില്ലേ, ആരെ കയ്യിൽ കാശ് കറൻസി ഇല്ലേ, അവനും മുഫ്ലിസ്. എന്ത് കാശ് ലോസ് ദിവാലിക്കോറാണ്. നബി എന്തെല്ലാം ഉരീദു അതല്ല നാബി ആയിരിക്കും. പിന്നെ ആര് മുഫ്ലിസ്? മൻ അതാ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ആ മനുഷ്യൻ വന്നു. ആയുസിൽ ചെണ്ടപ്പെട്ട ഹജ്ജിക്ക് പോയി പേര് ഒരാൾക്ക് സക്കാത്തെല്ലാം കൊടുത്തു. സദക്ക ദാന ധർമ്മ ഇയാളെ ബഗൽ പിടിയുള്ളത് പിടിയാക്കണോ അള്ളാഹുവാണ്. കുറെ എല്ലാം കൊടുത്തു. പക്ഷെ അള്ളാഹിനെ കൊണ്ട് എത്തുമ്പോ ഇയാളെ എതിരിൽ കുറെ അന്യായ ബോധിപ്പിക്കുന്ന ബുഖാരി ഹദീസ്, സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം, അത് കിട്ടും ആരും സിത്ത. ഇയാളൊന്നും ആവശ്യം. ഇയാളെ പോയിട്ട് ഉഷാർ മാറ്റിയ പോയില്ല, അതാക്കില്ല ഇതാക്കില്ല.
മണ്ണുകളെ സർവത്ത് കൊടുത്തിട്ട് ഭാര്യ വെല്ലാളിക്ക് പോയി. ഈ ഭാഗത്ത് കുറേ ആൾ വന്നു. അള്ളാഹ് പിടിയില്ലാണ്ടല്ല, ഇതെല്ലാം ഒരു പിക്ചർ അള്ളാഹു കാട്ടി കൊടുക്കുന്നു ലോകത്തേക്ക്. മുഹമ്മദ് നബി ബയാനാക്കി. ഇങ്ങനത്തെ കുറേ ആൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത് വരുമ്പോ അതിൽ എതിരിൽ കുറേ ആൾ ആപ്ലിക്കേഷൻ പേപ്പറും പലതും പിടിച്ചുകൊണ്ട് വന്ന് എന്ത് കേൾക്കുമ്പോ ഈ മനുഷ്യ ഞങ്ങളപ്പം അങ്ങോട്ട് എന്തു ഇന്നില്ല ചെയ്യാൻ ഞങ്ങളെ ആക്രമിച്ചിട്ട് അണ്ട് ഞങ്ങൾ എന്ത് പോരാടിയിട്ടും ഞങ്ങളുടെ ഹോരാട്ട പഞ്ചായത്ത് മുതൽ താലൂക്ക് തോലും താലൂക്ക് മുതൽ MLA മാരും MP മാരും നാളെ കടകിടിച്ചിന ഇയാളുടെ പൈസക്കാരൻ അള്ളാഹ് ಗೊತ್ತಿಲ್ಲ അള്ളാഹ് പിടിയില്ല. നിങ്ങൾക്ക് പിടിയാക്കിന അള്ളാഹു അന്യായാക്കി മനസ്സിയാൽ ഇന്റൊരു വേദി മാലിക് യൗമിദ്ദീൻ ഞങ്ങൾ ഫാത്തിഹയുടെ മാലിക് യൗമിദ്ദീൻ ഓതുമ്പോ ഞങ്ങൾ ഉസ്താദ്മാർ ചെന്നത് ജസാന്റെ നാളൊരു നാൾ പ്രതിഫലത്തെ നാളുണ്ടോ. ഒമാ അദ്റാക മാ യൗമുദ്ദീൻ, ഒമാ അദ്റാക മാ യൗമുദ്ദീൻ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ. ഒരു തടി പിന്നൊരു തടിക്ക് ഇത്ര ഉപകാരാക്കത്തെ നാള് എന്ന് നമുക്ക് ഓർമ്മിന്നപ്പ. ഈ പൈസക്കാരനെ കളി അവിടെ നടക്കൽ ഇയാൾക്ക് പോലീസോ അധികാരികളോ കോർപ്പറേഷനോ എന്തോ നഷ്ടപ്പെട്ടു പോണ ജാഗ്രത പിടിയിടുന്നത് കൊണ്ടല്ല ഇയാൾ ഞങ്ങളാക്കി ഞങ്ങളുടെ സ്വത്തുകളെ പല പല പേര് ചൊല്ലി ഇയാൾ സ്വത്ത് അണ്ടതെല്ലാം ചപ്പാലടിക്കുന്ന റായത്തങ്ങിന്നാണ് ഇയാൾക്കെല്ലാം പൈസക്കാർ ഇയാൾ കളവ് ചൊല്ലോ ഞങ്ങൾ ആക്രമിച്ച് ഞങ്ങളുടെ ഉമ്മ പാവം ഞങ്ങൾ അപ്പം എഡ്യൂക്കേഷൻ ഇല്ല മരണപ്പെട്ടു പോയി. ഞങ്ങൾ അങ്ങനെ അഹങ്കരിച്ച ഇത് ഞങ്ങൾ നോക്കി മാലിക് യൗമിദ്ദീനിക്ക് വേണ്ടി വെച്ചത്. അള്ളാഹു വേണ്ടിയിരുന്നേ, അള്ളാഹു വേണ്ടിയിരുന്നു. അള്ളാഹു ലോകത്തേക്ക് നബിയെ മുഖാന്തരം അറിയിച്ചത്. പിന്നൊന്നോ ഞങ്ങളെ അഹിൽപ്പെട്ട ഒരാൾ ഈ മനുഷ്യൻ ഇത് പിന്നൊരു മനുഷ്യൻ കൊന്നൊരു കാത്തി മർഡറാക്കിയ എൻ്റെ നടന്നത്. ഇയാൾ അതിന് മുട്ടി ഇന്നില്ല, എവിടെയോ റായബുക്ക് പൊറായിട്ട് പോയി ഹോസ്പിറ്റലിലോ എവിടെയോ കിടന്ന് അണ്ടത്തെ സന്ദർഭം നാം ഇല്ലാണ്ടാക്കിയിട്ട് സാക്ഷി മറമാച്ച മനുഷ്യൻ. മൂന്നാമത്തെ പേര്, നാലാമത്തെ പേര് എല്ലാം ഈ മനുഷ്യനെ സക്കാത്തും ഹജ്ജും ഉംറയും എല്ലാ സൽക്കർമ്മങ്ങളുടെ കൂലി ഈ ന്യായ ബോധിപ്പിക്കു വേണ്ടി വന്ന അന്യായ മനുഷ്യന് വേണ്ടി അള്ളാഹു കൊടുക്കും. അതിന് സവാം എല്ലാം കൊടുത്തു പിന്നെ കൊടുക്കണം എന്തു ഇല്ലെങ്കിൽ ആ മനുഷ്യ ആര് അന്യായത്തെ ഒളകാക്കിടാന അവന്റെ തപ്പുകളെടുത്ത് ഇയാളെ തലക്കിടൂ നരകത്തിലേക്ക് വലിച്ചപ്പെടൂ എന്നുള്ള സ്വഹീഹ് ബുഖാരി ഹദീസ്. ഈ ഭാഗത്ത് മേങ്ങെന്തല്ല എന്ത് കറൻസി നടക്കില്ല. പിന്നെ സക്കാത്തിന്റെ കൂലി, അയാളെ സൽക്കർമ്മങ്ങളുടെ കൂലി, അയാളെ ഹജ്ജിലെ കൂലിയെല്ലാം മീൻക്ക് കൊടുത്തു പാവത്തങ്ക് കൊടുത്തു തീർത്തു. അയാൾ ദിവാലിക്കോര അതിലുള്ള അള്ളാഹ് റസൂൽ ദിവാലിക്കോര മുഫ്ലിസ് കൊടുത്തു തീർന്നത്. പിന്നെ ഇയാൾ എന്നെ ദോഷമുണ്ടാ ഇതും എടുത്ത് അയാളെ തടക്കില്ല. ആരെ ഇങ്ങനെ ദുനിയാവ് ആക്രമിച്ചാണ് പിടിയാക്കി പൊടിയില്ല ചങ്ങാണല്ലോ പിടിയില്ലാട്ട അതെല്ലാം കഥ മാഫു. ഒരാൾക്ക് ധർമ്മനിഷ്ഠ ബോധം പിടിയില്ല. നന്റെ മൈ ബോഡി മൈ ചോയ്സ്, നന്റെ തടി നന്റെ ചോയ്സ്. ഞാൻ ആര് കേൾക്കുമോ നാനേ വലിയ ആളുണ്ട്. മാലിക് യൗമിദ്ദീൻ ചൊല്ലി മരുന്ന് പോണേൽപ്പെട്ട ഫാത്തിഹയിലും അതല്ലാത്ത സമയത്തും ഇതെല്ലാം ചൊല്ലപ്പെടണോ. മാലിക് യൗമിദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഇന്ത്യൻ നബിയെ മാലിക് യൗമിദ്ദീൻ നിങ്ങൾക്ക് പിടിയുണ്ടാണുള്ളത് കേട്ടപ്പം ഇല്ല ചെന്തൻ അല്ല ചെന്ന് കൊടുത്തു. എന്തിനെ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഒരു തടി. ഇതെന്റെ മോണും എൻ്റെ അബ്ബ മാത്രം ലാ ബൈൻ വലാ ഖുല്ല വലാ ശഖ റെക്കമെൻഡേഷൻ എടുക്കണം. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ജാവുക്കും വിളിച്ചു വന്ന ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട്
ലൈസ ഹാഹുനാ ഹമീം, ഒരു ഫ്രണ്ട് കൂടെ നടക്കുക. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖീൻ. എല്ലാ ഫ്രണ്ട് സർക്കിളുകളും നശിച്ചു പോകുന്നത് മുത്തഖിയായ ഫ്രണ്ട് സർക്കിൾ മാത്രമേ നിലനിൽക്കൂ. ഇൻഷാ അല്ലാഹ് ആ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ ചെറിയൊരു റിപ്പയറിയാക്കി ശുദ്ധീകരിച്ചെങ്കിൽ ഞങ്ങൾക്ക് ചൊല്ലുക, യാ മർഹബ യാ സൗമി ഹാദാ ശഹ്റുകും മുഗന്നമൻ മുകറമാ. ഞങ്ങൾ ഇക്റാമോട് കൂടെ നിന്നെ ഞങ്ങൾ ആദരിക്കുക. അത് മാത്രമല്ല, അത്താഴ സമയത്ത് എണിച്ച് ആ ജണ്ടറക്കായി നിസ്കരിച്ച് നിന്നൊട്ടി തേടി ഞങ്ങളുടെ ജീവനത്തെ പകലും രാത്രി വന്ന മിഷ്ടികത്തെ ഞങ്ങൾക്ക് നീ മാഫാക്ക്. ഞങ്ങൾക്ക് ഈ റമളാന്റെ പോണാൽ എണ്ട റാഹത്ത് നോമ്പ് നോക്കി ആരാധിച്ച് ദിക്റുകളെ, തസ്ബീഹുകളെ, നിമിത്തങ്ങളെ മേൽ സലാത്തുകളെ, അതുപോലെ പിന്നെ ഖുർആൻ പാരായണം, അതുപോലെ നൽകാര്യങ്ങളെ ചെയ്ഞ്ഞ് നിരക്കരയ്ക്ക് എന്നെ സാധുക്കൾക്ക് ദാന ധർമ്മം. ഷഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. ഹദീസ്. ഈ ഷഹർ ഈ മന്ത് റംസാൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. മുഅ്മിന്റെ റിസ്ക് ഏറ്റപ്പെടുമ്പോൾ കൊടുത്തെങ്ങനെ വസൽ ഉള്ളതുപോലെ കോരുന്നോറ് വസൽ കൊടുക്കും തോറും വസൽ വരൂ. ബഖീലാക്കിയവിടെ ബാക്കിയാവൂ. ഇൻഷാ അല്ലാഹ് പ്രിയ സഹോദരങ്ങളെ, ടൈം ആയതുകൊണ്ടും ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ റമളാനിൽ പലതും നമുക്ക് ഈ വകയിൽ റംസാന്റെ വകയിൽ അള്ളാഹുവിന്റെ റിയായത്താക്കി എന്നുള്ളതും കമ്മ റിയായത്താക്കി അള്ളാഹു റമളാൻ വയസ്സിലും മുല കൊടുക്കുന്ന ഉമ്മമാർക്കും വയറ്റിൽ ഗർഭസ്ഥ ശിശുവുള്ള ഉമ്മമാർക്കും വയസ്സ് വാർദ്ധക്യം പിടിച്ചേക്കും മരീസുക്കും ട്രാവൽ നടത്തിയവർക്കും അള്ളാഹു റിയായത്താക്കിയതും അള്ളാഹു ഖുർആൻ ചൊല്ലുമ്പോൾ എല്ലാ മോമിനെ വിളിച്ച് നോമിനിക്ക് കമ്പൽസറി ചെന്നാൽ പിന്നെ അയാൾക്കില്ല ഇയാൾക്കില്ല 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 ചൊന്തു പെണ്ണികളും കൂട്ടി പിടിച്ച് അത്ര പകൽ ഫിദിയ മേങ്ങി സാധുക്കളെ ബഹിർ നിർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ നോമ്പിടിക്കാത്ത മാർഗമുള്ള 100 റക്അത്ത് നിസ്കാരമല്ല, ഒരു 1.5 സേരോ അരി കൊടുത്ത് പാപത്തോടെ ബഹിർ നോക്കണോ. നീ നോമ്പ് പിടിച്ചില്ലെങ്കിലും തീനെ പിന്നെ കലാ വീട്ട് സാധുക്കൾക്ക് ദാനധർമ്മം ചെയ്യേ എന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ റമളാന്റെ എല്ലാ വ്യത്യാസവും അള്ളാഹിന്റെ ദിക്റുകളെ കേൾക്കൊടുക്കും, അതനുസരിച്ച് അമൽ ചെയ്യാനും ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം വന്നത് ഈ മനുഷ്യൻ, അയാളുടെ പേര് ഹനഫികളാണ്, കഅബത്തുല്ലാഹ്. ഇയാളെ ഇവിടുത്തെ ജമാഅത്തിലെ വലിയ അധികൃത ബാംഗ്ലൂരിലെ ഇതെടുത്തു തസ്ദീഖ് നാമം എടുത്തുകൊണ്ട് വന്ന് മദ്ഹബുൽ ഉലൂം എന്നുള്ള സപ്പോർട്ട് ജില്ല ബിഹാറിൽ വലിയൊരു കോളേജിനൊക്കെ അതിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല പിന്നെ നിങ്ങളെ താവണിൽ നടക്കണം. अवाम नास की तवान से ही ताउन से ही ये इदारा चल रहा है. ജനങ്ങൾ ലോക്കൽ എല്ലാ മനുഷ്യരെ ഹാസിൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയുണ്ടാവുള്ളൂ. അതിൽ പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം വന്നു അതിലെ ഒരാൾക്ക് ഇഷാർത്താക്കിയതില്ല. മുസ്തഫ കാസിമാർക്ക് ആരുണ്ടെങ്കിൽ ഒരു ടോട്ടലായിട്ട് വേറെ ഒരാളുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സഹായിക്കണം. അത് വേണ്ടി ആൾ വന്നത് അപ്പ പാണമൂർ ജുമാക്ക് വേണ്ടി. അപ്പോൾ കഴിഞ്ഞ വർഷം കിടത്തി ബാംഗ്ലൂരിലെ അതിൽ അവിടുത്തെ യൂസുഫുൽ ഖന്നി സാഹിബ് മാത്രം ഇത് കിടത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകാര്യത്തെ തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമതായി കോമത്തിൽ ബാക്കി ലോങ് സ്ലീപ്പറായി 2 പെണ്ണിങ്, ഒരു പെണ്ണിങ്ങിൻ്റെ മറിച്ച് ഒരു പെണ്ണിങ് 4 കലത്ത്, അതുപോലെ രോഗികളുള്ള ശരി ആൾക്കൂടികളുണ്ടെങ്കിൽ ഇത്ര ഞങ്ങളുള്ള അൽഹംദുലില്ലാഹ് കഷ്ടത്തെ ആത്മാവ് നമുക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ ശിഫ നൽകണം. അതുപോലെ KSRTC അബ്ദുൽ ഖാദർ സാഹിബിലെ എലോണ് ഇസ്മായിൽ, ഒരു ഇസ്മായിൽ മുസ്ലിയാർ എല്ലാം ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തെ ശാന്തിയും സമാധാനവും നൽകട്ടെ. അള്ളാഹു ഞങ്ങളെയും എല്ലാവരും അള്ളാഹു
ഖൈറിലും ആഫിയത്തിലും ആരോഗ്യത്തിലുമാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. اللهم صل وسلم على رسولك محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين. اللهم صل وسلم على رسولك محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم ارض عن خلفائه الراشدين سيدنا أبي بكر وعمر وعثمان وعلي رضي الله تعالى عنهم ورضوا عن ذلك لمن خشي ربه وعن سائر الصحابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. وأقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفر عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعملون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. إن هذا لفي الصحف الأولى
الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم.
കുറ്റകൃത്യമാണ്.